NCERT 6ാം ക്ലാസ്സിലെ പൊളിറ്റിക്കൽ സയൻസിലെ ആദ്യത്തെ ചാപ്റ്ററായ അണ്ടർസ്റ്റാൻഡിംഗ് ഡൈവേഴ്സിറ്റിയാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഡൈവേഴ്സിറ്റി എന്താണെന്ന് മനസ്സിലാക്കി തരികയാണ് ഈ ചാപ്റ്ററിലൂടെ. ആദ്യം നമുക്ക് ഈ ചാപ്റ്ററിൽ മനസ്സിലാക്കാനുള്ളത് ഡൈവേഴ്സിറ്റി എന്താണെന്നാണ്. ഡൈവേഴ്സിറ്റി എന്ന വാക്കിനർത്ഥം വൈവിധ്യങ്ങളെന്നാണ്. വേഷം, ഭാഷ, ആചാരം തുടങ്ങിയവയെല്ലാം പുലർത്തുന്ന വൈവിധ്യങ്ങളാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയെ ഒരു വ്യത്യസ്ത രാജ്യമാക്കുന്നത്. ഭൂപ്രകൃതി, കാലാവസ്ഥ, സസ്യജാലങ്ങൾ, ജനജീവിതം തുടങ്ങിയവയിലൊക്കെയും ഈ വൈവിധ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. വൈവിധ്യം എന്നത് ബഹുത്വമാണ്. ഒന്നിലധികം സംസ്കാരങ്ങൾ, ഒന്നിലധികം ഭാഷകൾ, ഒന്നിലധികം മതങ്ങൾ എന്നിവ ഏത് രാജ്യത്തിലുണ്ടോ ആ രാജ്യം ഒരു വൈവിധ്യമായ രാജ്യമാണെന്ന് നമുക്ക് പറയാം. നമ്മുടെ ഇന്ത്യയും അത്തരത്തിലുള്ളൊരു രാജ്യമാണ്. ഇത്രയധികം വൈവിധ്യമാർന്ന മതം, സംസ്കാരം, ഭാഷ, ആചാരം എന്നിവ ഉണ്ടായിട്ടും നമ്മളെല്ലാവരും യുണൈറ്റഡ് ആണ്. അതാണ് ഇന്ത്യയെ വൈവിധ്യമാക്കുന്നത്. ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യയുടെ വൈവിധ്യത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നിരവധി വൈവിധ്യങ്ങളുള്ള രാജ്യമാണല്ലോ നമ്മുടെ ഇന്ത്യ. നമ്മൾ സ്കൂൾ അസംബ്ലിയിൽ പറയുന്ന പ്രതിജ്ഞ തുടങ്ങുന്നത് ഇപ്രകാരമല്ലേ: ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്, ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു, സമ്പൂർണവും വൈവിധ്യപൂർണമായ എൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഇന്ത്യയുടെ വൈവിധ്യപൂർണമായ പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുന്നവരാണ് നമ്മൾ ഇന്ത്യക്കാരല്ലേ. വ്യത്യസ്ത ഭാഷകൾ, വിവിധ തരം ഭക്ഷണം, വ്യത്യസ്ത ഉത്സവങ്ങൾ, വ്യത്യസ്ത ആചാരങ്ങൾ, വ്യത്യസ്ത മതം, വ്യത്യസ്ത തൊഴിൽ തുടങ്ങിയവയിലെല്ലാം പുലർത്തുന്ന വൈവിധ്യങ്ങളാണ് ഇന്ത്യയെ ഒരു വ്യത്യസ്ത രാജ്യമാക്കുന്നതല്ലേ. ഇതിന് ഉദാഹരണമായി രാഹുൽ എന്ന പേരുള്ള 2 കുട്ടികളെ എടുക്കാം. പേരുകൾ ഒരേപോലെ ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നതിനായി രാഹുൽ 1 എന്നും രാഹുൽ 2 എന്നും നമുക്ക് അവരെ വിളിക്കാം. രാഹുൽ 1, അദ്ദേഹം ഡൽഹിയിലാണ് താമസിക്കുന്നത്. അതുപോലെ അദ്ദേഹം ഒരു ഹിന്ദുവാണ്. മാത്രവുമല്ല, അദ്ദേഹം ഒരു വിദ്യാർത്ഥിയാണെന്ന് കരുതുക. എന്നാൽ രാഹുൽ 2 താമസിക്കുന്നത് മീററ്റിലാണ്. അദ്ദേഹം ഒരു മുസ്ലിമാണ്. അതുപോലെ അദ്ദേഹം ഒരു സെൽഫ് എംപ്ലോയിയുമാണ്. ഇവിടെ ഇവരുടെ പേരുകൾ ഒരേപോലെ ആണെങ്കിലും ഇവരുടെ കൾച്ചറും ലൈഫ് സ്റ്റൈലും റിലീജിയനും എന്നിവ വ്യത്യസ്തമാണ്. ഇതിനെയാണ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതുപോലെ ഇവർ നല്ല സുഹൃത്തുക്കളാണെന്നിരിക്കട്ടെ. 2 മതത്തിൽ നിന്നും 2 സ്ഥലത്തു നിന്നും 2 മേഖലയിൽ നിന്നും വരുന്ന ഇവരുടെ ഇടയിൽ ഫ്രണ്ട്ഷിപ്പ് ഫോമായി വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് യൂണിറ്റി ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. 200 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ട്രെയിനോ വിമാനമോ ബസ്സോ കാറോ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം ആകുന്നതിന് വളരെ മുമ്പ് ആളുകൾ ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഓരോരുത്തരും ഓരോ രീതികളിൽ യാത്ര തിരഞ്ഞെടുത്തിരുന്നു അല്ലേ. ചിലർ കുതിരകളെ യാത്ര ചെയ്തിരുന്നു, ചിലർ ഒട്ടകത്തിൽ യാത്ര ആരംഭിച്ചു, ചിലർ കഴുതയെ വാഹനമാക്കി, മറ്റു ചിലർ കാൽനടയായി യാത്ര ചെയ്തു. പലപ്പോഴും അവർ പുതിയ ദേശങ്ങൾ അല്ലെങ്കിൽ താമസിക്കാൻ പുതിയ സ്ഥലങ്ങൾ അല്ലെങ്കിൽ കച്ചവടം ചെയ്യാനുള്ള പുതിയ ഇടങ്ങൾ തേടിയാണ് യാത്ര ചെയ്തിരുന്നത്. യാത്ര ചെയ്യാൻ ഏറെ സമയമെടുത്തതിനാൽ ഒരു സ്ഥലത്തെത്തി കുറച്ച് നാൾ അവിടെ താമസിച്ച് വാണിജ്യപരമായി അവർ അവിടെ വളർന്നു വരും. കുറച്ച് നാൾ കഴിഞ്ഞ് അവിടെ താമസിക്കുന്നവർ ഈ രീതിയിൽ തന്നെ വേറൊരു സ്ഥലത്തേക്ക് പോകും. അവിടെ ക്ഷാമം, വരൾച്ച, ജോലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, യുദ്ധം വരുമ്പോൾ പിന്നെ അവരവിടെ നിന്ന് പലായനം ചെയ്യാൻ ആരംഭിക്കും. ഇങ്ങനെയാണ് പലരും പല സ്ഥലങ്ങളിൽ എത്തിപ്പെടുന്നത്. ഇങ്ങനെ പലായനം ചെയ്യുമ്പോൾ അവിടെ പഴയ ജീവിതശൈലിയിൽ നിന്ന് മാറി പുതിയ ജീവിതശൈലിയും വൈവിധ്യവും ഉടലെടുക്കുന്നു. അതുപോലെ ഭാഷ, ആഹാരം എന്നിവയ്ക്കും വളരെ വ്യത്യാസം വരുന്നു. അതുപോലെ ആളുകൾ ജീവിക്കുന്ന ജിയോഗ്രഫിക്കൽ ഏരിയയുമായി അവരുടെ ജീവിതത്തെ പൊരുത്തപ്പെടുമ്പോൾ വൈവിധ്യവും ഉണ്ടാകുന്നു. ഉദാഹരണത്തിന് കടലിനടുത്തുള്ള ജീവിതം പർവ്വത പ്രദേശങ്ങളിൽ താമസിക്കുന്നവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഒരു പ്രദേശത്തിൻ്റെ വൈവിധ്യത്തെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങളുണ്ട്. ഒന്നാമതായി ചരിത്രപരമായ ഘടകവും രണ്ടാമതായി ഭൂമിശാസ്ത്രപരമായ ഘടകവും. ഈ 2 ഘടകങ്ങളും മനസ്സിലാക്കുന്നതിനായി ഇവിടെ 2 റീജിയനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഒന്നാമതായി മൗണ്ടൻ റീജിയനും രണ്ടാമതായി കോസ്റ്റൽ റീജിയനും. മൗണ്ടൻ റീജിയൻ ഉദാഹരണമാണ് ലഡാക്ക്, കോസ്റ്റൽ റീജിയൻ ഉദാഹരണമാണ് കേരളം. മൗണ്ടൻ റീജിയൻ ഉദാഹരണമായ ലഡാക്കിനെ കുറിച്ചാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിമനോഹരമായ ഭൗതിക സവിശേഷതയുള്ള ഒരു ഭൂപ്രദേശമാണ് ലഡാക്ക്. ലോകത്തിലെ ഏറ്റവും ശക്തമായ പർവ്വതനിരകൾ വടക്ക് കാരക്കോണം, തെക്ക് ഹിമാലയം എന്നിവയാൽ ലഡാക്ക് ചുറ്റപ്പെട്ടിരിക്കുന്നു. അതുപോലെ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശവും കൂടിയാണ് ലഡാക്ക് എന്ന് പറയുന്നത്. ഈ പ്രദേശത്ത് മഴ ലഭിക്കാത്തതിനാലും വർഷത്തിൽ വലിയൊരു ഭാഗം മഞ്ഞ് മൂടിക്കിടക്കുന്നതിനാലും ഇവിടെ വളരെ കുറച്ച് കൃഷി മാത്രമേ സാധ്യമാകുന്നുള്ളൂ. ഈ പ്രദേശത്ത് വളരാൻ കഴിയുന്ന മരങ്ങൾ വളരെ കുറവാണ്.
കുടിവെള്ളത്തിനായി ആളുകൾ വേനൽക്കാലത്ത് ഉരുകുന്ന മഞ്ഞിനെയാണ് ആശ്രയിക്കുന്നത്. ഇവിടുത്തെ ആളുകൾ പ്രധാനമായും ആടുകളെയും കോലാടുകളെയും വളർത്തിപ്പോകുന്നു. ഈ പ്രദേശത്തെ ആടുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം അവയിൽ നിന്നാണ് പശ്മിനി കമ്പിളികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഈ കമ്പിളി വളരെ വിലയുള്ളതാണ്. ഇതുപയോഗിച്ച് പശ്മിന ഷാളുകൾ നിർമ്മിക്കുന്നു. ഈ ആടുകളുടെ കമ്പിളികൾ ലഡാക്കിലെ ആളുകൾ ശേഖരിച്ച് കാശ്മീരിലെ വ്യാപാരികളിൽ എത്തിക്കുന്നു. പശ്മിന ഷാളുകൾ പ്രധാനമായും ലഭിക്കുന്നത് കാശ്മീരിലാണ്. കാശ്മീരിലെ കാലാവസ്ഥയ്ക്ക് അഗ്രികൾച്ചർ വളരാൻ സാധ്യതയില്ലാത്തതിനാലാണ് ആടുകളെ വളർത്തുന്നത്. അതുപോലെ പശ്മിന ഷാൾ അവരുടെ ഏറ്റവും വലിയ വരുമാന മാർഗങ്ങളിൽ ഒന്നാണ്. സ്ത്രീകളാണ് ഈ തൊഴിൽ കൂടുതലായും ചെയ്യുന്നത്. ലഡാക്കിലെ ജനങ്ങൾക്ക് അഗ്രികൾച്ചർ പ്രോസ്പെരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇറച്ചിയും പാലും പാലുൽപ്പന്നങ്ങളുമാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ടിബറ്റിലേക്ക് വാണിജ്യത്തിനായി പോകുന്നവർ ലഡാക്ക് വഴിയാണ് തുണിത്തരങ്ങൾ, സുഗന്ധവ്യഞ്ജനം, സിൽക്ക്, അസംസ്കൃത പരവതാനികൾ എന്നിവയാണ് കൂടുതലും ലഡാക്ക് വഴി ടിബറ്റിലേക്ക് കൊണ്ടുപോയി കച്ചവടം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ലഡാക്കിനെ ലിറ്റിൽ ടിബറ്റ് എന്ന് വിളിക്കുന്നു. ബുദ്ധമതം ലഡാക്ക് വഴിയാണ് ടിബറ്റിലെത്തിയത്. 400-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് മുസ്ലിങ്ങൾ ഒത്തിരി വന്നു. ഇവിടെ മുസ്ലിം ജനസംഖ്യയിൽ കാര്യമായ പങ്കുണ്ട്. ലഡാക്കിലെ ബുദ്ധമതക്കാരും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുപോലെ ടിബറ്റൻ എപ്പിക്കായിട്ടുള്ള കേസസാഗ എന്ന് പറയുന്ന കാവ്യം ചൊല്ലാറുണ്ട്. ഇവയുടെ പ്രാദേശിക പതിപ്പുകൾ മുസ്ലിങ്ങളും ബുദ്ധമതക്കാരും അവതരിപ്പിക്കുകയും ആലപിക്കുകയും ചെയ്യുന്നു. ഇത്രയുമാണ് മൗണ്ടൻ റീജിയനായിട്ടുള്ള ലഡാക്കിനെ കുറിച്ചുള്ള വിവരം. കോസ്റ്റൽ റീജിയൻ ഉദാഹരണമായ കേരളത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇന്ത്യയുടെ സൗത്ത് പടിഞ്ഞാറാണ് കേരളം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ചുറ്റും കടലും മറുവശത്ത് കുന്നുകളുമാണ്. കുരുമുളക്, ഗ്രാമ്പൂ, ഏലം മുതലായ സുഗന്ധവ്യഞ്ജനങ്ങൾ ഇവിടെ കാണുന്നു. സുഗന്ധവ്യഞ്ജനങ്ങൾ സുലഭമാണിവിടെ. അതുകൊണ്ട് തന്നെ വ്യാപാരികൾക്ക് ആകർഷണമായ സ്ഥലമാണെന്ന് പറയാം. ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ വാങ്ങാനായി ജൂത, അറബ് വ്യാപാരികളാണ് ആദ്യമേ ഇവിടെ എത്തിയത്. ക്രിസ്തുവിൻ്റെ അപ്പോസ്റ്റലായ സെൻറ്റ് തോമസ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തുമതം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. നിരവധി അറബി വ്യാപാരികളും ഇവിടെ എത്തി. ഇബിൻ ബത്തുത്ത എന്ന മൊറോക്കോ വംശജൻ 700 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സഞ്ചരിച്ചു. അദ്ദേഹം ഒരു യാത്രാ വിവരണം എഴുതി. അതിൽ മുസ്ലിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് വിവരിക്കുന്നു, അതുപോലെ അവരുടെ സാമൂഹിക ജീവിതത്തെക്കുറിച്ചും. അതുപോലെ പോർച്ചുഗീസുകാരനായ വാസ്കോ ഡ ഗാമ കടൽ മാർഗം കേരളത്തിലെത്തി. ഈ ചരിത്രപരമായ സ്വാധീനങ്ങളെല്ലാം കാരണം കേരളീയർ യഹൂദ മതം, ഇസ്ലാം, ഹിന്ദു, ബുദ്ധ, ക്രിസ്ത്യൻ തുടങ്ങിയ വിവിധ മതങ്ങളെ വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നു. ചൈനയുമായുള്ള കേരളത്തിൻ്റെ ബന്ധത്തെ കാണിക്കുന്നത് ചീനവല, ചീനച്ചട്ടി എന്നിവയാണ്. ചീൻ എന്ന പദം ചൈനയിൽ നിന്ന് വന്നതാകണമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഫലപുഷ്ടമായ ഭൂമിയും പരിമിതമായ നെല്ല് വളർത്തുന്നതിന് അനുയോജ്യവുമാണ് ഇവിടെ. ഭൂരിപക്ഷം ആടുകളും അരി ആഹാരവും മത്സ്യവും പച്ചക്കറികളുമാണ് കഴിക്കുന്നത്. ഈ 2 പ്രദേശങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന കാര്യം, ഒരേ പ്രദേശത്ത് പല കൾച്ചറും വന്ന് ചേർന്ന് ഇൻ്റർമിക്സ് ചെയ്തിട്ടാണ് ആ പ്രദേശത്തെ ഒരു കൾച്ചറൽ രൂപപ്പെട്ട് വരുന്നത്. കേരളവും ലഡാക്കും ജിയോഗ്രഫിക്കൽ പരമായി പല ഡിഫറൻസുകളും ഉണ്ടല്ലേ. പക്ഷേ ചില കാര്യങ്ങളിൽ നമുക്ക് ഈ 2 സ്റ്റേറ്റും നമ്മൾ വളരെയധികം സാമ്യതകൾ കാണാനായിട്ട് പറ്റും. ഫസ്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലഡാക്കിൽ അറബികളും ചൈനക്കാരും ട്രേഡിന് വന്നിട്ടുണ്ടല്ലേ, അതുപോലെ കേരളത്തിലും അറബികളും ചൈനക്കാരുമാണ് ട്രേഡിന് വന്നിട്ടുള്ളത്. കേരളത്തിൽ അഗ്രികൾച്ചർ പറ്റുന്നത് കൊണ്ട് സുഗന്ധവ്യഞ്ജനങ്ങൾ കൃഷി ചെയ്യുന്നു. എന്നാൽ ലഡാക്കിൽ കൃഷി ചെയ്യാൻ സാധ്യമല്ലാത്തത് കൊണ്ട് അവിടെ ആടിനെ വളർത്തുന്നു. അവസാനമായിട്ട് ഈ ചാപ്റ്ററിൽ പറയുന്ന കോൺസെപ്റ്റാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം. ഇത് കോട്ട് ചെയ്യുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന ബുക്കിൽ പറയുന്നുണ്ട്, ഇന്ത്യയുടെ യൂണിറ്റി എന്ന് പറയുന്നത് പുറത്തു നിന്ന് നമ്മൾ കടമെടുത്തതോ അല്ലെങ്കിൽ ആരെങ്കിലും സംഭാവന ചെയ്തതോ അല്ല, നമ്മളിൽ നിന്ന് തന്നെ ഉളവാകുന്ന ഒന്നാണ് യൂണിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു യൂണിറ്റി ഉള്ളിടത്തോളം കാലം നമ്മുടെ രാജ്യത്തെ മറ്റാർക്കും ഒന്നും ഒരു ശക്തിക്കും തകർക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിൾ എടുത്ത് നോക്കിയാൽ തന്നെ യൂണിറ്റി കാണാനായിട്ട് സാധിക്കുമല്ലേ. വിവിധ സാംസ്കാരിക, മത, പ്രാദേശിക പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒത്തുചേർന്നു സ്വാതന്ത്ര്യ സമരത്തിനായിട്ട്. അതുപോലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് വ്യത്യസ്ത പശ്ചാത്തലമുള്ള ആയിരക്കണക്കിന് ആളുകളും ഉണ്ടായിരുന്നു. അവർ ഒരുമിച്ച് ജയിലിൽ പോയി. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരങ്ങളിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഇരുവരും ഒന്നായി നിന്നു. ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവർ സമരഗാനങ്ങളും ദേശീയ ഗാനങ്ങളും ഫ്ലാഗുകളും ഉപയോഗിച്ചു.
ഈ മൂന്നും ഒരുപോലെ ഇന്ത്യൻ ജനം ഏറ്റെടുത്ത് ബഹുമാനിച്ചതുകൊണ്ടാണ് ഇതിൽ വിജയിക്കാനായിട്ട് നമുക്ക് സാധിച്ചത്. അതാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യ സമരകാലത്ത് ഉയർന്നു വന്ന ഗാനങ്ങളും ചിഹ്നങ്ങളും നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യത്തെ ബഹുമാനിക്കുന്ന സമ്പന്നമായ പാരമ്പര്യത്തിൻ്റെ നിരന്തരമായ ഓർമ്മപ്പെടുത്തലുകളാണ്. വിവിധ മതങ്ങളുടെയും സമുദായങ്ങളുടെയും നാടാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഡൈവേഴ്സിറ്റി മനസ്സിലാക്കിയ ഒരു പൗരനും രാജ്യത്തിൻ്റെ യൂണിറ്റിയെ തകർക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിലേക്കും ഗുഡ് ബൈ.